ഹായ് ഹലോ ഇന്ന് നമുക്കൊരു അത്താഴം കുക്കിംഗ് വീഡിയോ ആണ്. ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അത്താഴത്തിന് ഇന്ന് ചോറ് കുറവാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു പൊറോട്ട പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് ചിക്കൻ കറിയും കൂടെ വെക്കുമ്പോഴത്തേനും അത്താഴം അങ്ങ് കുശാലായിരുന്നു. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി മസാല എല്ലാം പുരട്ടി വെക്കുകയാണ്. അപ്പോൾ 2 കിലോ താഴേക്കുള്ള ചിക്കൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചട്ടിയിലങ്ങ് വെക്കും. അല്ലെങ്കിൽ മാത്രമേ നമ്മൾ വലിയ ഉരുളി എടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിനി എന്തായാലും ചട്ടി നടക്കത്തില്ല, അതുകൊണ്ട് മസാല എല്ലാം പുരട്ടി ചട്ടി തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മൾ എത്ര കുക്ക് ചെയ്തിട്ട് പോകാനും ചിലപ്പോൾ കറി തികയാതെയോ ചോറ് തികയാതെയൊക്കെ വരുന്ന ദിവസങ്ങൾ കാണുമല്ലോ. അപ്പം നമ്മൾ എക്സ്ട്രാ കുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് വെക്കുന്ന തന്നെ വൈകുന്നേരത്തിനും പൊക്കോളും. മാത്രമല്ല ചപ്പാത്തിയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കിയിട്ട് കറിയൊക്കെ തികഞ്ഞോളും കേട്ടോ. അങ്ങനെ ചിക്കൻ എല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്ത് അമ്മയെ കൊണ്ട് കൊടുത്തു. അമ്മ അത് റെഡിയാക്കി തരും. ആ സമയത്തിന് ഞാൻ എന്ത് ചെയ്തു, രാത്രി ഇനി കുളിക്കണമല്ലോ, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കണം. അപ്പം തലയിലങ്ങ് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എണ്ണ തേച്ച് മസാജ് ചെയ്ത് തരുന്നത് എൻ്റെ മഞ്ഞയാണ് കേട്ടോ. അവളിങ്ങനെ വൗരൊക്കെ എടുത്ത് അതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് തരും. അപ്പോൾ ഇത് ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയം അമ്മ വെളുത്തുള്ളി അതെല്ലാം തൊലിച്ച് വൃത്തിയാക്കുന്ന സമയം എനിക്ക് എണ്ണ തലയിൽ പിടിക്കുകയും ചെയ്യുമല്ലോ. അപ്പം എണ്ണ എല്ലാം തേച്ച് റെഡിയായ ശേഷം ഞാൻ എന്ത് ചെയ്തു, പോയി ചിക്കൻ അങ്ങ് വെക്കാനായിട്ട് പോയി. അങ്ങനെ സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ വഴറ്റി അതെല്ലാം അങ്ങ് റെഡിയാക്കി. ചില ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്ഷീണവും മടിയൊക്കെ ആയിരിക്കും, ഒന്നും കുക്ക് ചെയ്യാൻ തോന്നത്തില്ല. ചില ദിവസങ്ങളിൽ നല്ല എനർജിയാണ്, എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ വിശാലമായിട്ടൊക്കെ കറിയൊക്കെ ഉണ്ടാക്കിയെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ബാക്കിൽ ഒരാൾ വന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. കാരണം ജോലി കഴിഞ്ഞ് വന്ന് അവളുടെ കുറച്ച് നേരം ഇരുന്നില്ല. അതിന് മുമ്പ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് അങ്ങ് കയറി. അപ്പോൾ ഇനി കുക്കിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും മക്കളുടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ കുറേ നേരം അവരോട് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് എന്തായാലും ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് അധികം ഇട്ടിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കളർ, ആ കുരുമുളകിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചുമന്നിരിക്കുന്ന ചിക്കൻ കറിയെക്കാളും നല്ല കുരുമുളക് ഇട്ട ചിക്കൻ കറി കാണാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ചിക്കനെല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെ ടെന്നീസ് എൽബോയുടെ വേദന കൂടിയായിരുന്നു കേട്ടോ. കാരണം ഞാനിതെല്ലാം എനിക്കിങ്ങനെ ഒരുപാട് ഇളക്കുമ്പോഴത്തേക്കും കൈ കഴപ്പ് വരും. പിന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഫ്രഷ് ആയപ്പോൾ ചിക്കൻ കറി എല്ലാം സെറ്റായി, അടിപൊളി ടേസ്റ്റായി. അപ്പോൾ അതെല്ലാം ഗ്രേവിയൊക്കെ കുറുകി പാകത്തിനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലും കറിവേപ്പിലയും എല്ലാം കൂടെ വാരി തൂകിയാലും മനസ്സിനൊരു സംതൃപ്തി വരത്തുള്ളൂ. എന്നാലും ഒന്നൊരു ഫിനിഷൊന്നും ആയി എന്നൊരു തോന്നൽ വരത്തുള്ളൂ. അങ്ങനെ ആഡംബരവും അലങ്കാരങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിനെ ഞാനൊരു വാഴയില വച്ചങ്ങ് അടച്ചു വെച്ചു. അപ്പോൾ നല്ല മണം വരും. അതിനുശേഷം അടുത്തത് പൊറോട്ട ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഈ ഇൻസ്റ്റൻറ്റ് പൊറോട്ട വാങ്ങിച്ച് ചൂടാക്കി അതിനെങ്ങനെ അടിച്ചടിച്ച് പരുവപ്പെടുത്തി എടുത്ത ശേഷം ചൂടാറാതെ ഞങ്ങൾ എല്ലാവരും അപ്പോഴത്തന്നെ അതങ്ങ് കഴിച്ച് തീർത്തോട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ, ബൈ ബൈ.